എല്ലാവർക്കും നമസ്കാരം. ഈ ശിശുദിനത്തിൽ എൻ്റെ കൊച്ചു കൂട്ടുകാരോടൊരു കഥ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ആകാശത്തൊരു ചെറിയ നക്ഷത്രമുണ്ടായിരുന്നു. അവളുടെ പേര് താര എന്നായിരുന്നു. താര വലിയ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങാറില്ല. എല്ലാ രാത്രിയിലും വലിയ നക്ഷത്രങ്ങൾ ഗർവത്തോടെ പ്രകാശിക്കുമ്പോൾ താര മേഘങ്ങൾക്ക് പുറകിൽ ഒളിച്ചിരിക്കും. ഒരു ദിവസം ചന്ദ്രൻ പതിയെ അവളോട് ചോദിച്ചു, താരേ, നീ എന്താണ് തിളങ്ങാത്തത്? താര പറഞ്ഞു, ഞാൻ വളരെ ചെറുതാണ്, എന്റെ വെളിച്ചം വില പോവില്ല. ചന്ദ്രൻ നന്നായി ചിരിച്ചും കൊണ്ട് അവളോട് പറഞ്ഞു, എത്ര ചെറുതായാലും ഓരോ വെളിച്ചത്തിനും പ്രാധാന്യമുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി കാറ്റോടുകൂടി വളരെ ശക്തമായ മഴ പെയ്തു. ആകാശം മുഴുവൻ കറുത്ത മേഘങ്ങൾക്ക് കീഴിലായി. ഭൂമിയിൽ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഭയപ്പെട്ടു പോയ നിമിഷം. ആ സമയത്ത് ഗ്രാമത്തിലെ ഇരുട്ട് കാരണം വഴിതെറ്റിപ്പോയതായ ഒരു കൊച്ചു ബാലൻ വഴി അന്വേഷിച്ച് നിൽക്കുന്നതായി താര എന്ന ചെറിയ നക്ഷത്രം കണ്ടു. താര ചിന്തിച്ചു, ഒരു പക്ഷേ എനിക്ക് ഈ കുട്ടിയെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. അങ്ങനെ അവൾ തന്റെ എല്ലാ ധൈര്യവും സംഭരിച്ച് വെളിച്ചം വീശി. ആ കുട്ടി വീട്ടിലേക്കുള്ള വഴി കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിൽ മുകളിലേക്ക് നോക്കിയപ്പോൾ ആകാശത്ത് ഒരു നക്ഷത്രം ഒഴികെ മറ്റെല്ലാ നക്ഷത്രങ്ങളും മേഘങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നതായി കണ്ടു. ആ കൊച്ചു ബാലൻ ചിന്തിച്ചു, ഈ ഒരു നക്ഷത്രത്തിന് മാത്രമേ എന്നെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അവൻ താര എന്ന ചെറിയ നക്ഷത്രം നൽകിയതായ വെളിച്ചത്തെ പിന്തുടരാൻ തീരുമാനിച്ചു. ആ കുട്ടി ചെറിയ നക്ഷത്രം നൽകിയതായ വെളിച്ചത്തെ പിന്തുടർന്ന് വീട്ടിൽ സുരക്ഷിതമായി എത്തിച്ചേർന്നു. പിറ്റേ ദിവസം ചന്ദ്രൻ താര എന്ന നക്ഷത്രത്തെ സന്ദർശിച്ചു പറഞ്ഞു, താരേ, നോക്കൂ, ഏറ്റവും ചെറിയ നക്ഷത്രത്തിന് പോലും മറ്റൊരാളെ വഴികാട്ടാൻ സഹായിക്കാൻ കഴിയുമെന്ന് നീ തെളിയിച്ചില്ലേ? ആ രാത്രി മുതൽ താര പിന്നീട് ഒരിക്കലും തന്റെ പ്രകാശത്തെ സംശയിച്ചില്ല. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എത്ര ചെറുതാണെന്ന് തോന്നിയാലും എല്ലാ കുട്ടികളുടെയും ഉള്ളിൽ ഒരു പ്രകാശമുണ്ട്. നിങ്ങൾക്ക് തിളങ്ങുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ലോകത്തെ പ്രകാശപൂരിതമാക്കാനുമുള്ള ശക്തിയുണ്ട്. ലോകം വലിയതാണെന്ന് തോന്നുമ്പോഴും നാം ചെറുതാണെന്ന് തോന്നുമ്പോഴും ഓർക്കണം, ഒരു ചെറിയ വിത്ത് വൻ മരമായി വളരുന്നത് പോലെ ചെറിയവനായാലും നല്ല പ്രവൃത്തികൾ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് എൻ്റെ കൊച്ചു കൂട്ടുകാർ മനസ്സിലാക്കണം. ദയയും കരുണയും ധൈര്യവുമുള്ള മക്കളായി വളരാൻ സാധിക്കട്ടെ. താങ്ക് യു.